എല്ലാവർക്കും നമസ്കാരം. ഈ അപകടങ്ങൾ നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഹോട്ട്സ്പോട്ടുകൾ നിരവധിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അടിപ്പാതയുടെ ആ ഭാഗത്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പല്ലടിച്ച് കിടക്കാം, മൂക്കടിച്ച് കിടക്കാം, അരഞ്ഞു പോവാം. അങ്ങനെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള പല വീഥികളും അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഈ അടിപ്പാതയുടെ അവിടെ നിന്ന് പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിലേക്ക്, സിഗ്നലില്ല ഇപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന സിഗ്നൽ ജംഗ്ഷനിലേക്ക് പോകുന്ന സർവീസ് റോഡ് ഉണ്ട്, നമ്മുടെ ബോച്ചയുടെ ഷോപ്പൊക്കെ ഇരിക്കുന്ന ഭാഗം, HP പെട്രോൾ പമ്പിൻ്റെ പമ്പ് കഴിഞ്ഞുള്ള ഭാഗത്ത് വെച്ച് ഒരു അപകടമുണ്ടായി. ഒരു പെട്ടി ഓട്ടോറിക്ഷ, ആ പെട്ടി ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നവർക്ക് പരിക്കുകൾ പറ്റി. നിസ്സാരമായ പരിക്കുകളാണ് പറ്റിയത്. കുറ്റിക്കാട് സ്വദേശികളാണ്. സെൻറ്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേറെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെയില്ല. നമ്മൾ ഈ സർവീസ് റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യം തരാണ്. കാരണം ഇപ്പോൾ സുന്ദരിക്കവലേക്കുള്ള വീതി വെച്ച റോഡിലൂടെ ചീറിപ്പാഞ്ഞാണ് പലപ്പോഴും വാഹനങ്ങൾ പോകുന്നത്. ഇത് ഓവർടേക്ക് ചെയ്യുന്ന സമയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിലൂടെ വരുന്നത് ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നതും ജീവിതങ്ങൾ തന്നെയാണ്. അരച്ചിടിച്ചിട്ട് വീഴുന്നല്ല, കുടുംബവും ഒരു ജീവനും ജീവിതങ്ങളുമാണ് നശിപ്പിച്ച് കളയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം മനസാക്ഷിയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ഉള്ളിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഈ അപകടത്തിൽ ഗുരുതരമായ പരിക്കുകളും സംഭവിച്ചില്ല. പലപ്പോഴും ഈ റോങ് സൈഡിലൂടെ കയറി വരുന്നതാണ് ഈ സർവീസ് റോഡിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം. ഹൈവേയിൽ നിന്നുള്ള ചില എൻട്രികൾ വളരെ അപകടകരമായ സ്ഥിതിയാണുള്ളത്. ഈ അടിപ്പാത മുതൽ ഈ പോട്ട ആശ്രമം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ്, റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡ് വളരെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. ഏത് വശത്തുനിന്ന് വന്ന് ഇടിക്കണമെന്ന് അറിയില്ല. അടിപ്പാത കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ ഭാഗ്യം. അത് കഴിഞ്ഞ് ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. അതല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളും പല്ലടിച്ച് കിടക്കാനും മൂക്കടിച്ച് കിടക്കാനും സാധ്യതകളുണ്ട്. റോങ് സൈഡിലൂടെ വാഹനങ്ങൾ സ്ഥിരമായിട്ട് കയറി വരുന്ന കാഴ്ച ഇവിടെ സ്ഥിര കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്.